ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോയിങ് ടു പ്ലസ് വെർബ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണെന്ന് പറയില്ലേ, അവിടെയാണ് ഇത് ഉപയോഗിക്കുക. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് എബൌട്ട് ടു പ്ലസ് വെർബ്. എബൌട്ട് ടു പ്ലസ് വെർബ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാനിരിക്കുകയാണ്, എന്തെങ്കിലും കാര്യം ചെയ്യാനിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് ഇത് ഉപയോഗിക്കുക. ഇത് എബൌട്ട് ടു പ്ലസ് വെർബ്. ഇനി ഈ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ്? വളരെ സിമ്പിളാണ്. ഗോയിങ് ടു ഉപയോഗിക്കുന്നത് പ്ലാനിങ്ങോട് കൂടി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവില്ലേ, അവിടെയാണ് എന്ത് ഉപയോഗിക്കുക? ഗോയിങ് ടു ഉപയോഗിക്കുക. പക്ഷെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് നമ്മൾ ചെയ്യാനിരിക്കുകയാണെങ്കിൽ അവിടെയാണ് എന്ത് ഉപയോഗിക്കുക? എബൌട്ട് ടു പ്ലസ് വെർബ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്നറിയാം? ഈസ്, ആം, ആർ. അതിൻ്റെ കൂടെ എബൌട്ട് ടു, അതിനുശേഷമാണ് എന്ത് ഉപയോഗിക്കുക? വെർബ് ഉപയോഗിക്കേണ്ടത്. വെർബ് ഉപയോഗിക്കുമ്പോൾ വെർബ് ഫസ്റ്റ് ഫോം ഉപയോഗിക്കണം. വെർബ് ഫസ്റ്റ് ഫോം, അത് മറക്കരുത്. അതിൻ്റെ മലയാള മീനിങ് ആണ് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കസാരയിൽ ഇങ്ങനെ ഇരിക്കുകയല്ല. ഓക്കെ, ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഒരു കാര്യം നമ്മൾ ചെയ്യാനിരിക്കുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുക? എബൌട്ട് ഉപയോഗിക്കുക. ഇനി എനിക്ക് പറയണം, അടുത്ത ആഴ്ച എൻ്റെ അച്ഛൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനിരിക്കുകയാണ്. ഇങ്ങനെ പറയാം. ആദ്യം മൈ ഫാദർ, അല്ലേ? മൈ ഫാദർ ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് നെക്സ്റ്റ് വീക്ക്. എന്താ പറഞ്ഞത്? മൈ ഫാദർ ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് നെക്സ്റ്റ് വീക്ക്. സിമ്പിൾ അല്ലേ? ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതാണ് ഈസ് എബൌട്ട് ടു, ആം എബൌട്ട് ടു, ആർ എബൌട്ട് ടു. ഈ മൂന്നിൻ്റെയും പാസ്റ്റ് ആണ് എന്ത്? യെസ്, വാസ് എബൌട്ട് ടു, വെർ എബൌട്ട് ടു. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുകയായിരുന്നു എന്ന് പറയില്ലേ. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയാണ്, എന്തിനാ ഇവിടെ വന്നത്? ഞാൻ അവിടെ വരാനിരിക്കില്ലായിരുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വരാനിരിക്കുകയായിരുന്നു എന്ന് പറയില്ലേ. അല്ലേ, ചെയ്യാനിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുക? വാസ് എബൌട്ട് ടു, വെർബ് ഉപയോഗിക്കുക. എന്നാണ് വാസ് എബൌട്ട് ടു, വേർ എബൌട്ട് ടു. ഓക്കെ, ഇനി എനിക്ക് പറയണം എന്ത്? ഹലോ, ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയാണെന്ന് പറയണം. അപ്പോൾ പറയാ, യെസ്, I am about to meet you. I am about to meet you. ടൈം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ, now. I am about to meet you right now. I am about to meet you at the moment. അല്ലെങ്കിൽ I am about to meet you now. അപ്പം now, അതുപോലെ right now, അതുപോലെ at the moment, ഇതൊക്കെ സെയിം മീനിങ് ആട്ടോ. എന്താണ്? ഇപ്പോൾ എന്നുള്ള അർത്ഥമാണ്. ഇനി എനിക്ക് പറയണം, അവൾ നിങ്ങളോട് എന്തൊക്കെയോ പറയാനിരിക്കുകയാണ്. അവൾ നിങ്ങളോട് എന്തൊക്കെയോ പറയാനിരിക്കുകയാണ് എന്നൊക്കെ പറയാം. അപ്പൊ അവൾക്ക് എന്താ പറയാ? ഷീന്റെ കൂടെ ഈസ് എബൌട്ട് ടു. എന്താണ്? ഈസ് എബൌട്ട് ടു. ഷീ ഈസ് എബൌട്ട് ടു ടോക്ക് ടു യു സംതിങ്. ഷീ ഈസ് എബൌട്ട് ടു ടോക്ക് ടു സംതിങ്. ഷീ ഈസ് എബൌട്ട് ടു ടോക്ക് ടു സംതിങ്. ഇനി നമ്മൾ ഇതിന്റെ നെഗറ്റീവ് എഴുതുമ്പോൾ എന്ത് ചെയ്യാ? പറയുമ്പോൾ നെഗറ്റീവ് പറയുമ്പോൾ ഈസ്, ആം, ആർ, ഈ മൂന്നിൻ്റെയും കൂടെയാണ് എന്ത് ചേർക്കുക? നോട്ട് ചേർക്കുക. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കാനിരിക്കുകയല്ല എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കാനിരിക്കുകയല്ല എന്ന് പറയുമ്പോൾ യെസ്, ഐ ആം നോട്ട് ചേർക്കുക. ഐ ആം നോട്ട് എബൌട്ട് ടു ടോക്ക് ടു യു. അവൾ നിങ്ങളെ കാണാനിരിക്കുകയല്ല, അവൾ നിങ്ങളെ കാണാനിരിക്കുകയല്ല എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് എബൌട്ട് ടു മീറ്റ് യു. ഷീ ഈസ് നോട്ട് എബൌട്ട് ടു മീറ്റ് യു എന്നായി. ഞങ്ങൾ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാനിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാനിരിക്കുകയാണെന്ന് പറയുമ്പോൾ വി ആർ എബൌട്ട് ടു പ്ലേ ക്രിക്കറ്റ്. എന്താണ്? വി ആർ എബൌട്ട് ടു പ്ലേ ക്രിക്കറ്റ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ആണെങ്കിലോ? നെഗറ്റീവ് ഇങ്ങനെ പറയാം, വി ആർ നോട്ട് എബൌട്ട് ടു പ്ലേ ക്രിക്കറ്റ്. വി ആർ നോട്ട് എബൌട്ട് ടു പ്ലേ ക്രിക്കറ്റ്. ക്ലിയർ? ഇനി നിങ്ങൾക്ക് ഇത് പറയണം, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു എന്ന് പറയണം. മലയാളത്തിൽ പല രീതിയിൽ പറയാറുണ്ട്. ഇങ്ങനെ പറയാറുണ്ട്. എങ്ങനെ? ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഇംഗ്ലീഷിൽ എന്താണ്? എബൌട്ട് ടു കേട്ടോ. എന്താണ്? ഐ വാസ്, പാസ്റ്റ് ആയതുകൊണ്ട് വാസ് ആണ്. ഐ വാസ് എബൌട്ട് ടു മീറ്റ് യു ദിസ് മോർണിംഗ്. ഐ വാസ് എബൌട്ട് ടു മീറ്റ് യു ദിസ് മോർണിംഗ്. ഇനി അടുത്താണ്, ഞങ്ങൾ അവളോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. ഞങ്ങൾ അവളോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ വി വേർ എബൌട്ട് ടു ടോക്ക് ടു ഹെർ. We were about to talk to her. ടൈം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇത് പാസ്റ്റ് ടൈം ആണ്. ഇതെന്താണ്? പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. ക്ലിയർ? ഇനി എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. എങ്ങനെ? ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്നെ കാണാനിരിക്കുകയാണോ?
നിങ്ങൾ എന്നെ കാണാനിരിക്കുകയാണോ? അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യുക? ഈസേമാർ. പ്രസന്റ് ആണെങ്കിൽ ഈസേമാർ ആദ്യം പറയാം, പാസ്റ്റ് ആണെങ്കിലോ വാസ് വർ ആദ്യം പറയാം. ഇതെന്താണ്? നിങ്ങൾ എന്നെ കാണാനിരിക്കുകയാണോ എന്ന് പറയുമ്പോൾ യെസ്, എക്സ്ക്യൂസ് മീ, ആർ യു അബൌട്ട് ടു മീറ്റ് മീ? ആർ യു അബൌട്ട് ടു മീറ്റ് മീ? നിങ്ങൾ എന്നെ കാണാനിരിക്കുകയാണോ? അടുത്ത മാസം നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാനിരിക്കുകയാണോ? ഇതെങ്ങനെ ചോദിക്കാം? ഞാൻ ചോദിക്കാം, ആർ യു അബൌട്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് നെക്സ്റ്റ് മന്ത്? എന്താണ്? ആർ യു അബൌട്ട് ടു സ്റ്റാർട്ട്? ആർ യു അബൌട്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് നെക്സ്റ്റ് മന്ത്? ഇതുപോലെ നമുക്ക് ഈ ഒരു ചെറിയ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സെൻറ്റൻസുകൾ, ഒരുപാട് ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇനി നിങ്ങൾ ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ ഇങ്ങനെ ഉണ്ടാക്കി എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു എവരിവൺ.